ഇന്ന് ഒരാൾ സ്കൂൾ വിട്ട് വന്നോടെ എന്നോട് മിണ്ടുന്നേ ഇല്ല കേട്ടോ. ഭയങ്കര ദേഷ്യവും വാശിയും. എൻ്റെ അടുത്ത് ഇരിക്കുന്നേ ഇല്ല കേട്ടോ. വേറൊന്നുമല്ല, അവൻ്റെ സ്കൂളിൽ നിന്ന് ടൂർ കൊണ്ട് അതിന് ഞാൻ രാവിലെ ക്യാഷ് കൊടുത്തു വിടാത്തതിൻ്റെ ദേഷ്യം കേട്ടോ പറയണത്. എല്ലാവരും കൊടുത്തു വിട്ട അമ്മ എന്താ കൊടുത്തു വിടാത്തതെന്ന് പറഞ്ഞുകൊണ്ട് കേട്ടോ. സത്യത്തിൽ ഞാൻ മറന്നു പോയതാണേ. അങ്ങനെ ഞാൻ അവനെ മടിയിലൊക്കെ ഇരുത്തി യൂണിഫോമൊക്കെ ഊരിപ്പിച്ചു, അരഞ്ഞാളൊക്കെ പൊട്ടി താഴെ വന്നിട്ടുണ്ടായിരുന്നേ. അതൊക്കെ റെഡിയാക്കി ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഞാൻ ഓരോന്നൊക്കെ പറഞ്ഞ് മടിയിലൊക്കെ ഇരുത്തി ഓരോ ഉമ്മൊക്കെ കൊടുത്ത് ഇങ്ങനെ ഇരുത്തി കയ്യിൽ ക്യാഷ് കൊടുത്തപ്പോൾ ഉണ്ടല്ലോ, ആൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അത് കണ്ടപ്പോൾ മുഖത്ത് അപ്പോഴാട്ടോ ചിരി വന്നത്. വേഗം തന്നെ ബാഗൊക്കെ തുറന്ന് ബുക്കിലേക്ക് എടുത്ത് വെക്കുന്നുണ്ടായിരുന്നേ. തേജുവിന് ഭയങ്കര ഇഷ്ടമാട്ടോ ടൂറൊക്കെ പോകുന്നത് എല്ലാവരും കൂടിയും. പിന്നെ അവൻ്റെ സന്തോഷമല്ലേ, അതിനെതിരെ നിൽക്കണ്ടെന്ന് വിചാരിച്ചേ. പിന്നെ അവന് ഭക്ഷണമൊക്കെ കൊടുത്ത് കുളിപ്പിച്ച് ഒരുക്കി പഠിക്കാനിരുത്തി വേഗം തന്നെ വാതിലെല്ലാം അടച്ച് പുറത്ത് അലക്കാൻ വേണ്ടി പോവാട്ടോ. ഞാൻ അവൻ്റെ യൂണിഫോമൊക്കെ കല്ലന്നെയാട്ടോ പുറത്ത് പോയിട്ട് അലക്കുക. അങ്ങനെ അലക്കൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ഒരാൾ പാട്ട് പാടി നിൽക്കുക കേട്ടോ. പഠിത്തമൊക്കെ കഴിഞ്ഞു. പിന്നെ എന്നെ കണ്ടപ്പോൾ വേഗം തന്നെ ബുക്ക് എടുത്ത് വെച്ചേ. കുറച്ച് തുണിയൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു ട്ടോ. അത് ഞങ്ങൾ രണ്ടാളും കൂടി വർത്താനൊക്കെ പറഞ്ഞ് മടക്കി വെച്ചു. പിന്നെ പുറത്ത് പോയി എണ്ണയൊക്കെ ഇട്ട് നിൽക്കുമ്പോഴാണ് ഒരാൾ തോളത്ത് കയറി വന്നിരിക്കുന്നത്. ഞാൻ എവിടെയുണ്ടോ എൻ്റെ പുറകിൽ എപ്പോഴും ഉണ്ടാവും ട്ടോ. പിന്നെ രാത്രി ഞങ്ങൾ പൂരിയും ചെറുപയർ കറിയും ഉണ്ടാക്കാൻ വിചാരിച്ചേ. എനിക്ക് സഹായിക്കാൻ ഒരാൾ ഉണ്ടാവുമ്പോൾ പിന്നെ എനിക്ക് പേടിക്കാനേ ഇല്ല. ഇതൊക്കെ പരത്തി തന്നത് തേജുവാണേ. പിന്നെ വേഗം തന്നെ ചെറുപയർ കറിയൊക്കെ ഉണ്ടാക്കി ഓരോന്ന് ഓരോന്ന് എടുത്ത് തന്നിട്ടോ ചുടാൻ വേണ്ടിയിട്ട്. പിന്നെ വേഗം തന്നെ അവന് ചൂടോടെ കൊടുത്തുട്ടോ. അവന് വിശന്നിട്ട് വയ്യായിരുന്നേ. അങ്ങനെ ഞങ്ങൾ 2 പേരും ഇരുന്ന് കഴിച്ചു ട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ബായ്.